ഏറ്റവും നല്ല ആരോഗ്യ ഇത് കേരളമാണെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്തിനാ അമേരിക്കയിൽ പോകുന്ന ചികിത്സിക്കാൻ ഇവിടെ ഇത്രയും നല്ല ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് കൊണ്ടുവരണം എന്നാണ്. നടക്കും? ഒളിമ്പിക്സ് കൊണ്ടുവരും? ഞാൻ വായിച്ചറിഞ്ഞോളം ഒളിമ്പിക്സ് കൊണ്ടുവരുന്നില്ല. ഒളിമ്പിക്സ് 2036 വരുമ്പോൾ അതിൻ്റെ ഒരു വേദി തിരുവനന്തപുരത്ത് കൂടി കൊണ്ടുവരണം. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. ഒളിമ്പിക്സ് ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ ഒരു വേദി കൊണ്ടുവരാൻ കഴിയുക തന്നെ ചെയ്യും. ഇത് പ്രൈവറ്റ് പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് നിൽക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ നല്ലൊരു പദ്ധതി ഒന്നും. ചെറുപ്പക്കാർ പറയുന്നത് കേൾക്കാൻ പഠിക്കുക, അവർക്ക് പരമാവധി സൗകര്യം ചെയ്തു കൊടുത്ത് അവരെ ഹാപ്പിയാക്കുന്നു. അപ്പം ഞാൻ ഒരിക്കൽ ഒരു എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പൈലറ്റും ക്രൂവും പോവുക. പെട്ടെന്ന് ഇങ്ങനെ പൈലറ്റിന് തിരിഞ്ഞു നോക്കിയിട്ട് ഓസിയുടെ അച്ഛനല്ലേ നോക്കണം, കൃഷ്ണകുമാർ എന്നല്ല പറഞ്ഞു. കൊച്ചു കുട്ടികൾ വരെ വന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കും. ഞാൻ നിന്ന് കൊടുക്കും, കുറേ നേരം നിന്ന് ഫോട്ടോ എടുക്കും. കാരണം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു സുലഭമായൊരു അവസരമാണ്. ആരോടും നമ്മൾ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന നഷ്ടം നമുക്കാണ്. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. അപ്പോൾ തിരുവനന്തപുരത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എപ്പോഴും നമുക്കൊരു ജനപ്രതിനിധിയായിട്ട് ആവാൻ ഒരു യോഗം വന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കുറേയധികം കാര്യങ്ങളുണ്ടാവുമല്ലോ. ഒരു കുടുംബമായിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ അതിനകത്ത് ഒരു 50 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ 50 മേഖലകളിലും 1% ഒരു മെച്ചപ്പെടുത്തൽ വരുത്താൻ ശ്രമിക്കണം. അതായത് ഇപ്പം നമ്മുടെ തലമുറകളെ 3 ആയിട്ട് നമുക്ക് എടുക്കാം. ഒന്ന് ചെറുപ്പക്കാർ, മധ്യവയസ്കർ, പ്രായം ചെന്നവർ. ഇപ്പോൾ പണ്ടൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയും. ഒരു ഡ്രസ്സ് എടുത്താൽ അത് എങ്ങനെയെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അത് ഇത്ര വയസ്സുള്ളതായാലും കുറച്ച് വയറുള്ളതാണെങ്കിലും. ഇന്ന് അങ്ങനെയല്ല, 3 തരമായിട്ട് എടുത്തിട്ട് ഈ 3 തരം ആൾക്കാരുടെ വിഷയങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് അതനുസരിച്ചുള്ള പദ്ധതികൾ കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ, ചെറുപ്പക്കാർ ചിന്തിക്കുന്നത് പോലെ ആവില്ല മധ്യവയസ്കർ ചിന്തിക്കുന്നത്, മധ്യവയസ്കരെ പോലെ ആയിരിക്കും റിട്ടേൺ. അപ്പോൾ ചെറുപ്പക്കാർക്കെന്ന് വെച്ചാൽ എല്ലാം ഇന്ന് വേണ്ടത് വേഗത വേണം, ഭംഗിയുള്ള വസ്തുക്കളായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ വന്ദേ ഭാരത് എന്ന് ട്രെയിൻ വരുമ്പോൾ ചെറുപ്പക്കാർക്ക് ഇഷ്ടമാണ്. അവർ പറയുന്നു ടിക്കറ്റ് റേറ്റൊന്നും കുഴപ്പമില്ല, ഫാസ്റ്റായിട്ട് എത്തും, നല്ല ഭക്ഷണം തരുന്നുണ്ട്, ക്ലീനാണ്, നല്ല ഭംഗിയാണ്. അവരതിൻ്റെ കൂടെ സെൽഫി എടുക്കുന്നു. പണ്ട് ഏതെങ്കിലും ട്രെയിനിൻ്റെ കൂടെ പോയി എടുക്കുമോ? ഇല്ല. അപ്പോൾ ചെറുപ്പക്കാരുടെ മനസ്സ് മനസ്സിലാക്കുക. അവരെ നമ്മൾ നിരന്തരം കുറ്റപ്പെടുത്തും. ഈ തലമുറ ശരിയല്ല, ഇതേ തെറി നമ്മളും കേട്ടതാ നമ്മൾ ചെറുപ്പക്കാർ. അതുകൊണ്ട് ചെറുപ്പക്കാർ പറയുന്നത് കേൾക്കാൻ പഠിക്കുക, അവർക്ക് പരമാവധി സൗകര്യം ചെയ്തു കൊടുത്ത് അവരെ ഹാപ്പിയാക്കാൻ നോക്കുക. മധ്യവയസ്കർ എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ഫിനാൻഷ്യൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അതായത് ജോലി ചെയ്യുന്നൊരു വിഭാഗമാണ്. അവർക്ക് രാവിലെ ഓഫീസിൽ പോകുന്നതും തിരിച്ചു വരവും വലിയൊരു പ്രശ്നമാണ്. അതായത് റോഡിലെ ബ്ലോക്ക്, ആ തടസ്സം, ഈ തടസ്സം, ഇതനുസരിച്ച് ഓഫീസിൽ പോകുമ്പോൾ വരുന്ന അവരത്ത് ആ ദേഷ്യം കാണിക്കും. തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഇതേ പ്രശ്നം അഭിമുഖീകരിച്ച് വീട്ടിൽ വന്നാൽ വീട്ടിൽ സംഘർഷം. അപ്പോൾ നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, വലിയ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതാക്കണം, വീതിയുള്ള ഫുട്പാത്തുകൾ വരണം. കാരണം വാഹനമില്ല, നടന്നാൽ ആരോഗ്യം നല്ലതാണ്. ഇത് കഴിഞ്ഞ് പ്രായം ചെന്നവർക്ക് അവർക്ക് ജീവിതത്തിൻ്റെ സായാഹ്നം ചെലവഴിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ കടപ്പുറത്ത് നമുക്കൊരു സൗകര്യങ്ങളില്ല. അതായത് കടപ്പുറം കെട്ടി വെച്ചിട്ടുണ്ട്, വൈകുന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കപ്പലണ്ടി ഉണ്ട്, കുറച്ച് പോപ്കോൺ ഉണ്ട്, അവിടെ നിന്ന് കുറച്ച് ഫുഡ് പോയ്സൺ പിടിച്ചുകൊണ്ട് വീട്ടിൽ വരാം. അപ്പോൾ അതിനേക്കാൾ വാക്കിംഗ് ട്രാക്ക്, ആൾക്കാർക്ക് ഇരിക്കാനുള്ള നല്ല നല്ല സ്ഥലങ്ങൾ, സ്പേസസ് ഉണ്ടാക്കുക. ഇപ്പോൾ ഈ കോർണിഷ് എന്ന് പറയും, വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണാം. വിദേശമല്ല, വികസിത രാജ്യങ്ങളിൽ കടപ്പുറം ഏരിയ എന്ന് പറയുന്നത് 10-20 കിലോമീറ്റർ ആൾക്കാർക്ക് ഉല്ലസിക്കാനുള്ള സ്ഥലമാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കണം, എല്ലാ സംഭവങ്ങളും കൊടുക്കണം, പാർക്കിംഗ് സ്പേസ് ഉണ്ടാവണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ജനജീവിതത്തിൽ നല്ലൊരു മെച്ചപ്പെടുത്തൽ ഉണ്ടാക്കാൻ നമുക്കൊരു ദിവസം കൊണ്ടൊന്നും നടക്കില്ല. പക്ഷെ നല്ല പദ്ധതികൾ ഇടുന്ന പദ്ധതികൾ നാളെ ഒരു ദിവസത്തേക്കാവരുത്, 100 കൊല്ലം കണ്ടു വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ജംഗ്ഷനിലൊരു ബ്ലോക്ക് വരുന്നു, ഉടനെ ഒരു ഫ്ലൈ ഓവറും കെട്ടി വയ്ക്കുക. അതല്ല എൻ്റെ ആവശ്യം. ഒരു ഗ്രേറ്റ് സെപ്പറേറ്റേഴ്സ് എന്ന് പറയും, അതായത് 100 കൊല്ലം കഴിഞ്ഞാൽ എത്ര വാഹനം വരും, ആ വാഹന പെരുപ്പത്തിന് ഇതിനകത്തൂടെ കടന്നു പോകാൻ പറ്റുമോ? ആ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. തെറ്റാതിരിക്കണം. എല്ലാവരും റോഡിൻ്റെ കാര്യം പറയും. റോഡ് മാത്രമല്ല, കുറേ കാര്യങ്ങളുണ്ട്. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് ഹാപ്പിനെസ് ഉണ്ടാവാൻ പല ഘടകങ്ങളുണ്ട്. അതെല്ലാ പോയിൻറ്റ്സിലും നമ്മൾ നോക്കി വലിയൊരു പ്ലാൻ ഇട്ട് വേണം എപ്പോഴും പോകാൻ. ചെറിയ കാര്യങ്ങൾ ചിന്തിക്കരുത്. രാജീവ് ചന്ദ്രശേഖർ സാർ പ്രകടന പട്ടികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2035 തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് കൊണ്ടുവരണം എന്നാണെന്ന്. അപ്പോൾ നടക്കും? ഒളിമ്പിക്സ് കൊണ്ടുവരുമോ? ഞാൻ വായിച്ചറിഞ്ഞോളം ഒളിമ്പിക്സ് കൊണ്ടുവരുന്നില്ല. ഒളിമ്പിക്സ് 2036 വരുമ്പോൾ അതിൻ്റെ ഒരു വേദി തിരുവനന്തപുരത്ത് കൂടി കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ മറ്റൊരു രാജ്യവുമായിട്ട് ഒരു ക്രിക്കറ്റ് സീരീസ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പം നമുക്ക് തിരുവനന്തപുരത്ത് ഒരു സ്റ്റേഡിയം ഉണ്ട്, ഒരു മത്സരം ഇവിടെ കൂടി കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നവർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു വേദി കേരളത്തിൽ തിരുവനന്തപുരത്തും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. കാരണം എന്നറിയോ,
ഈ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള സ്പോർട്സിലോട്ട് വരാനുള്ള യുവാക്കൾക്ക് അല്ലെങ്കിൽ അടുത്തൊരു തലമുറയ്ക്ക് പ്രചോദനം നൽകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, ഒളിമ്പിക്സ് ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ ഒരു വേദി കൊണ്ടുവരാൻ കഴിയുക തന്നെ ചെയ്യും. ചേട്ടാ ഒരു തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ചേട്ടാ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയ സമയത്ത് BJP പാർട്ടിയിലേക്ക് പോവാം അല്ലെങ്കിൽ BJP ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാൻ ചെറുപ്രായം തൊട്ടേ RSSുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ്. 82-ലാണ് ആദ്യമായിട്ട് ശാഖയിൽ പോകുന്നത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും കോളേജിൽ പോകുമ്പോൾ ABVP ആണ്, അത് കഴിയുമ്പോൾ BJP ആണ്. അന്ന് ഇത്രയും ആൾബലമോ സാമ്പത്തിക ബലമോ ഒന്നും ഉള്ളതല്ല പാർട്ടി. അന്ന് അങ്ങനെ ഞാൻ ചിന്തിച്ചു, അങ്ങനെ വർക്ക് ചെയ്തു. അതിനുശേഷം സിനിമയിലും സീരിയലൊക്കെ വന്നപ്പോഴും ഞാൻ പാർട്ടി എവിടെ ഇലക്ഷൻ നടക്കുന്നോ അവിടെയൊക്കെ പോകും. ഇപ്പോൾ 2015-ലായാലും 2020-ലായാലും ഞാൻ ഇവിടുത്തെ എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോകുമായിരുന്നു. അന്ന് ഇത്രയും മീഡിയയുടെ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന കണ്ടിട്ടാണ് 2021-ൽ പാർട്ടിയുടെ ക്ഷണം വന്നു, പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ. അങ്ങനെ ജോയിൻ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ യാത്രകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സർ അത്യാവശ്യം യാത്ര ചെയ്യുന്ന ഒരാളാണ്, ജോലിയുടെ കാര്യത്തിനും രാഷ്ട്രീയപരമായിട്ടും ഫാമിലിയുടെ കൂടെയൊക്കെ. അപ്പം ഈ അടുത്തിടെ യാത്ര ചെയ്തതിൽ ഭയങ്കര അത്ഭുതം തോന്നിയൊരു സ്ഥലം ഏതാ? അല്ലെങ്കിൽ ഇനിയും നമുക്ക് അവിടെ പോകണം എന്ന് തോന്നിയതോ ഒരു കോർ മെമ്മറി ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം? ലോകം മുഴുവൻ നമ്മൾ എവിടെയൊക്കെ സഞ്ചരിച്ചാലും ഒരു കാര്യം പറയാം, ഏറ്റവും നല്ല രാജ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യ തന്നെയാണ്. കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അത് ഭൂമിയുടെ ഭാഗം തന്നെയാണ്. എല്ലായിടത്തും ഓരോരോ പ്രത്യേകതകളുണ്ടാവും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡിൽ പോകുമ്പോൾ, യൂറോപ്പിൽ പോകുമ്പോൾ വൃത്തിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. എന്ത് സാധനം താഴെ വീണാൽ വീണെടുത്ത് കഴിക്കാം, അമ്മാരി വൃത്തിയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പക്ഷേ അവിടെ അതിൻ്റേതായ പോരായ്മയുണ്ടോ വെച്ചാൽ പോരായ്മകളുണ്ട്. അതുപോലെ നമ്മുടെ UK, ലണ്ടൻ പോലത്തെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന് എൻറ്റയർലി ഡിഫറെൻ്റായ ഗുണങ്ങളുമുണ്ട്, പ്രശ്നങ്ങളുമുണ്ട്. ഞാൻ പോയില്ലെങ്കിൽ കഴിഞ്ഞ തവണ ജപ്പാനിൽ പിള്ളേരും ഭാര്യയും കൂടി പോയി. അപ്പോൾ അവർ പോയിട്ട് വന്നു, ഞാൻ അടുത്ത കാലത്ത് സഞ്ചരിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും വൃത്തി കൊണ്ടും എല്ലാം ജപ്പാനായിരുന്നു പറഞ്ഞു. ഞാൻ പോയിട്ടില്ല എങ്കിൽ പോലും അവർ പറയുമ്പോൾ എനിക്കൊരു പിക്ചർ കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു യാത്ര ചെയ്തല്ല എനിക്ക് വളരെ പ്രിയപ്പെട്ടെന്ന് പറഞ്ഞത്, ഞാൻ എൻജോയ് ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് യൂറോപ്പ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത സ്ഥലം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇന്ത്യക്കകത്ത് ഭാര്യ ഒരു കാര്യം പറഞ്ഞു, ഇത്രയും സ്ഥലങ്ങളിൽ പോയി, ഈ എല്ലാവർക്കും സ്നോ ഉള്ള സ്ഥലം, തണുപ്പുള്ള സ്ഥലത്ത് പോകാൻ ഇഷ്ടമാണ് ബേസിക്കലി നമുക്കിവിടെ. നമ്മൾ ചൂട് കാണുന്നവരാണ്. ഭാര്യ പറഞ്ഞു, എത്ര സ്വിറ്റ്സർലാൻഡിൽ പോയാലും എത്ര അവിടെ പോയാലും കാശ്മീരിനെ വെല്ലാൻ ഒരു സ്ഥലമില്ല. കാശ്മീർ ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ഒന്ന് ഭംഗി, ഒന്ന് വിസ്തൃതമായ സ്ഥലം, 3 അവിടുത്തെ ആളുകളുടെ ലോക്കൽസിൻ്റെ പെരുമാറ്റം, 3 വേറൊരു വിഷയം എക്സലൻറ്റ് ഫുഡും കിട്ടുന്നുണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ. അതുകൊണ്ട് ഞാനും കാശ്മീരിൽ പോയിട്ടുണ്ട്. എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് കാശ്മീർ. ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലോ, ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായിരുന്നു? അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിക്കാനായിട്ട് ഒരു കൊതി തോന്നുന്ന ഫുഡ് എപ്പോഴും എന്താ? എൻ്റെ ഏറ്റവും ബേസിക് ഒരു സംഭവം എന്ന് വെച്ചാൽ ചപ്പാത്തി ദാൽ അല്ലെങ്കിൽ റൊട്ടി ദാൽ എപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കും. ഞാൻ അരി വലുതായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. നേരെ വിപരീതമാണ് എൻ്റെ ഭാര്യ. 3 നേരവും അരിയാഹാരം കിട്ടിയാലും കഴിക്കും. അഹാനയുടെ പ്രത്യേകത വെച്ചാൽ ഏത് രാജ്യത്ത് പോകുന്നു അവിടെ എന്ത് കിട്ടുന്നോ അതേ കഴിക്കും. അതിന് പകരം ഇഷാനി ഓസിയും ഇങ്ങനെ ഗൂഗിൾ അടിക്കും, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഞാൻ ഏതൊരു വ്ളോഗിൽ കണ്ടിട്ടുണ്ട്, അവര് കഞ്ഞി തപ്പി നടക്കുന്നത്. അവസാനം കുറെ അരി മാച്ചോടൊന്ന് വീട്ടിൽ തന്നെ പാചകം തുടങ്ങി. ലണ്ടനിൽ താമസിച്ച ഒരു രക്ഷയില്ല, അവർക്ക് ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് അച്ചാറും വാങ്ങിച്ച് ഇതും വാങ്ങിച്ച് ഇതായിരുന്നു തീറ്റി, കഞ്ഞി. അപ്പൊ പുറത്തു പോയി ട്രൈ ചെയ്തതിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഇത് ഫുഡ് ഹാബിറ്റ്സ് എന്താ? ഫുഡ് എന്തൊക്കെയാ? ഞാനും ഏകദേശം അഹാനയുടെ സ്വഭാവമാണ്. എവിടെ ചെല്ലുന്നോ അവിടെ എന്ത് കിട്ടുന്നോ അതങ്ങ് കഴിക്കും. അതാണ് എൻ്റെ ഓസി ഏതൊരു വീഡിയോക്കകത്ത് കോമഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എവിടെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും ഒരു വലിയ പേര് പറഞ്ഞാൽ അമ്മ അത് കഴിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത് പറ്റത്തില്ല. അത് ഒരുപാട് കട്ട് വീഡിയോ, ഒരു കോമഡി പോലെ. അമ്മൂന് അവിടെ ചെന്ന് എന്താണെന്ന് പോലും അറിയണ്ട, അവിടെ ഇങ്ങനെ നോക്കും, ഒരു പിടിയും കിട്ടാത്ത സാധനവും വാങ്ങിച്ച് കഴിച്ചു പറയും. അവള് പക്ഷെ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ടൈം എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴിക്കും. ഏത് ഭക്ഷണം കൊടുത്താലും ചെറുതിലേ അങ്ങനെയായിരുന്നു. അതേസമയം മറ്റു 3 പേരെന്ന് വെച്ചാൽ പച്ചക്കറി ഇഷ്ടമല്ല, പിന്നെ ശർക്കര അതായത് പായസം കഴിച്ചിട്ടില്ലാത്ത 3 പേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഓസി, ഇഷാനി, ഹൻസിക. ഓസി ചെറുതിൽ എന്തോന്നോ വെച്ചപ്പോൾ ഇങ്ങനെ എന്തോ കാണിച്ചു കളഞ്ഞൊരു ആക്ഷൻ. അങ്ങനെ ഇഷാനി തൊട്ടില്ല. ഹൻസിക വളർന്നു വന്നപ്പോൾ ഇഷാനി എന്തോ കാണിച്ചു കൊടുത്തു, കഴിക്കലടാ എന്ന് പറഞ്ഞു. അവർ കഴിച്ചിട്ടേ ഇല്ല. അപ്പം അതുപോലെ തന്നെ നമുക്കിപ്പം കണക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഫാമിലിക്ക് കിട്ടുന്ന
ഒരു അറ്റൻഷൻ എന്നല്ല, അതൊരു ബ്ലെസ്സിങ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ദുബായ് വ്ളോഗ് എല്ലാവരും കൂടെ ദുബായിൽ പോയിട്ട് സിന്ധു ചേച്ചി ഇട്ടിട്ടുണ്ട് ദുബായ് വ്ളോഗ്, അഹാന ഇട്ടിട്ടുണ്ട്, ഇഷാനി ഇട്ടിട്ടുണ്ട്, ഹൻസിക്ക് ഇട്ടിട്ടുണ്ട് ഇൻ മൈ ഐസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരു സ്ഥലം തന്നെ 4 പേര് കവർ ചെയ്യാണ്, ഈ 4നും വ്യൂ ഉണ്ട്, ഈ 4 കാണാനും ആൾക്കാരുണ്ട്, ഒരു സെയിം സ്ഥലമാണെന്ന് ഓർക്കണം. അപ്പോൾ നമുക്കതൊരു അത്ഭുതമല്ലേ കാണുമ്പോൾ. ഈ നമ്മുടെ മിമിക്രിയുടെ ആൾക്കാർ പറയില്ലേ, ഒരേ ഡയലോഗ് തന്നെ പ്രേം നസീർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, മമ്മൂട്ടി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ആൾക്കാർക്കും ഒരേ സംഭവമാണെങ്കിലും വ്യത്യസ്തമായിട്ട് ആൾക്കാർ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടാവാം. അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം എന്നറിയോ, ഞാൻ ഈ പറഞ്ഞ ഞാൻ സിനിമയിൽ ഒരു സ്റ്റാർഡം വഹിച്ച ഒരാളല്ല. ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇവരുടെ കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നത്. ഞാൻ എന്നും ഒരു സ്ട്രഗിളറായിരുന്നു സിനിമയിലും. അങ്ങനെ ഒരു സ്ട്രഗിളറായ ഒരാളുടെ കുടുംബത്തിനോട് ഇത്ര ഇഷ്ടം വരുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര വലിയൊരു അനുഗ്രഹമാണെന്ന്. കാരണം ഞങ്ങൾ എന്തൊക്കെയോ കാണിക്കുന്നു, അതെല്ലാം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ആൾക്കാർ എവിടെയും ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്തൊന്ന് ഞങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. ഞാനത് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് ആൾക്കാർ വരും, കൊച്ചു കുട്ടികൾ വരെ വന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കും, ഞാൻ നിന്ന് കൊടുക്കും, കുറേ നേരം നിന്ന് ഫോട്ടോ എടുക്കും. കാരണം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു സുലഭമായൊരു അവസരമാണ്. ഞാനിങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാൾ. ഇതൊക്കെ ആൾക്കാർ നോക്കും, ചിരിക്കും, ചിലർ അഭിപ്രായം പറയുമായിരുന്നു, പണ്ട് മോശം പറയും, ഇപ്പോൾ 100% ആൾക്കാരും നല്ലതാവെന്ന് പറയും. അഥവാ അതിൻ്റെ മോശം കമൻറ്റ് ഞാൻ ചിലർക്ക് മറുപടി പേഴ്സണലി അയക്കും, ഒന്നുമല്ല സ്നേഹത്തിൻ്റെ ഭാഷയിൽ. ഇമ്മീഡിയറ്റ്ലി തിരിച്ചൊരു, അയ്യോ ചേട്ടാ ഞാൻ നിങ്ങളെയൊന്നും കണ്ടിട്ടില്ല, അന്നേരത്തെ ഒരു ദേഷ്യം കൊണ്ട് ഞാൻ എഴുതിയതാണ്, ഞാൻ ഒരിക്കലും ദേഷ്യം വെക്കരുത്, ദേഷ്യം നിങ്ങൾക്കാണ് നഷ്ടം വരുത്തുന്നത്. കാരണം എനിക്കിപ്പോൾ ശ്രീനിധിയിലത്തൊരു ദേഷ്യം വന്നാൽ ശ്രീനിധിയെ കാണാൻ കിട്ടുന്നില്ല, എന്തെങ്കിലും കൈ കിട്ടിയിട്ട് 2 കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു കത്തുന്ന കനൽക്കട്ട എടുത്ത് കൈ വെച്ചിരിക്കുന്ന പോലെ നിങ്ങളെ കാണുമ്പോഴേക്ക് എറിയാൻ പറ്റൂ. അത്ര നേരം എന്താ സംഭവിക്കുന്നത്, എൻ്റെ കയ്യെ പൊള്ളുന്നത്. അതുകൊണ്ട് ആരോടും നമ്മൾ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന നഷ്ടം നമുക്കാണ്. കാരണം അവൻ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുക, അവൻ അവിടെ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മളിവിടെ വെന്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനിതെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സിന്ധു ചേച്ചിയുടെ വീഡിയോ ഇടുമ്പോഴും അതിന്റെ താഴെ വരും കേക്ക ചേട്ടനോട് ഒരു വീഡിയോ ഇടാൻ പറ, ഒരു വ്ളോഗ് ഇടാൻ പറ എന്ന് കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും ആക്ച്വലി ക്യൂരിയസ് ആണ് ഒരാൾ ഇടുന്ന വ്ളോഗ് ഏതാണെന്ന് കാണാനായിട്ട്. വലിയൊരു ഭാഗ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കുന്നു, വ്യത്യസ്തമായിട്ട്. അല്ലെങ്കിൽ ഒരാളുടെ വ്ളോഗ് കണ്ടാൽ പോരെ, ഒരേ സംഭവം തന്നെയല്ലേ. ജപ്പാനിൽ പോകുന്നു, വേറെ ജപ്പാനൊന്നും കാണിക്കുന്നില്ലല്ലോ, അതേ ജപ്പാൻ തന്നെയാണല്ലോ. നീ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ചിലപ്പോൾ 1000 വട്ടം ഭാഗ്യവും അനുഗ്രഹം എന്ന് പറയും കേട്ടോ. അതെൻ്റെ ഒരു ശീലമായി പോയി, അങ്ങ് ക്ഷമിക്കുക. ഇവരുടെ ഓരോരുത്തരുടെയും വ്ളോഗിങ് സ്റ്റൈല് സാറിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് സാർ കാണുന്നത്? ഓരോരുത്തർക്കും എന്തായാലും ഓരോ വ്ളോഗിങ് സ്റ്റൈലാണല്ലോ. ഓരോരുത്തരുടെയും ഒരു വ്ളോഗിങ് സ്റ്റൈല് സാറിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ്? എല്ലാവരും വ്യത്യസ്തരാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഒരാൾ പോലും മറ്റൊരാളെ പോലും ഇല്ല. ഇരട്ടകൾ, ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കുന്നവർക്ക് പോലും 2 തരത്തിലുള്ള കോർണിയ, 2 തരത്തിലുള്ള ഫിംഗർ പ്രിൻ്റ് ആണല്ലോ. അപ്പോൾ വ്യത്യസ്തരാണ്. സിന്ധു എന്ന് വെച്ചാൽ അതിനുവേണ്ടി സമയം ചിലവഴിക്കാറില്ല, കാരണം പറ്റുന്നില്ല. കാരണം ആളത് എല്ലായിടത്തും സർവ്വവ്യാപി പോലെയാണ്. ദിയയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ കാണും, അമ്മുൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് ബോംബെ കാണും, ഇഷാനി എറണാകുളത്ത് ഷൂട്ടിങ്ങിന് അവിടെ കാണും, ഇത് കഴിഞ്ഞ് ഓമിയെ കുളിപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെയും സിന്ധു ഉണ്ട്. അപ്പോൾ സിന്ധു ഇങ്ങനെ സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും കാണും. അതിൻ്റെ ടെൻഷനും കാണും. വിജു കിടന്ന് ചുമ്മാ എപ്പോഴും എന്നെ ഫോണിൽ വിളിക്കല്ലേ, ഞാൻ ഓമിയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. അപ്പോൾ സിന്ധുവിൻ്റെ ഇടയിൽ കൂടി എപ്പോഴൊക്കെയോ ക്യാമറ ഓൺ ചെയ്ത് വയ്ക്കും, എന്നിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ എടുക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ചുമ്മാ സംസാരിക്കും, അതെല്ലാം കൂടെ എടുത്ത്. ഇതാണ് സിന്ധുവിൻ്റെ ഒരു വ്ളോഗ്. രാത്രിയാകുമ്പോൾ ടെൻഷൻ, ഇനി എന്നെ വിളിക്കട്ടെ, എനിക്കത് എഡിറ്റ് ചെയ്ത് തീർക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഒരു വ്ളോഗ് ഉണ്ടാക്കും. അമ്മ പിന്നെ ഇങ്ങനെയല്ല, കുറേ ഇരുന്ന് ആലോചിക്കും, എന്തൊക്കെയോ നോട്ട് എഴുതി വയ്ക്കും. അവൾക്ക് തോന്നുന്ന സമയത്ത് അവളൊരു വ്ളോഗ് ഉണ്ടാക്കും. പക്ഷെ ഉണ്ടാക്കുന്നത് ഒരു ഭംഗിയായിരിക്കും, ഒരു പ്രൊഫഷണൽ, ഒരു സിനിമയുടെ ലുക്ക് വരും. ഓസിക്കും അങ്ങനെയൊന്നും വേണ്ട, ചുമ്മാ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ, അപ്പച്ചി ഈ മാങ്ങ ആര് വാങ്ങിച്ചത്, അച്ഛൻ വാങ്ങിച്ചോണ്ടൊന്ന്, ആണോ, പുളിയുണ്ടോ, ഇല്ല, കുറച്ച് കഴിയുമ്പോൾ ഈ മാങ്ങ കാണില്ല. അവിടെ നിന്ന് മാങ്ങയൊക്കെ പൂണിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും മുളകും വാരി വിതറിയിട്ട് അവളൊരു ക്യാമറ ഓൺ ചെയ്തിട്ട് പറയും, ഈ മാങ്ങ നമ്മുടെ ഉപ്പും മുളകും മാത്രമല്ല, ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് പപ്പടവും ഒന്ന് പൊടിച്ചിട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണ മുക്കി കഴിച്ച് നോക്കിയാൽ ഭയങ്കര ഡിഫറെൻ്റ് ഒരു വ്ളോഗായി. അത് അവളുടെ രീതി. അപ്പം ഞാൻ ഒരിക്കൽ ഒരു എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പൈലറ്റും ക്രൂവും പോവുക. പെട്ടെന്ന് ഇങ്ങനെ പൈലറ്റിനെ തിരിഞ്ഞു നോക്കിയിട്ട്, ഓസിയുടെ അച്ഛനല്ലേ നോക്കണം, കൃഷ്ണകുമാർ എന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ മലയാളിയാ, അല്ലെ പിന്നെ ഓസിയുടെ അച്ഛനെ ഞാൻ ചോദിക്കുമെന്ന് ചോദിച്ചു. ഒരു കാര്യം പറയാമല്ലോ, എനിക്ക് ഇവളുടെ വ്ളോഗ് വലിയ ഇഷ്ടം കേട്ടോ, ഞാൻ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. ഫ്ലൈറ്റ് ഒന്ന് സ്റ്റഡി ആയി മുകളിൽ പോയി ഞാൻ പിന്നെ അവിടെ നിന്ന് ഇവളുടെ വീഡിയോസ് കണ്ട് ചിരിക്കാറുണ്ടെന്ന്. അപ്പോൾ അതിന് അങ്ങനത്തേതായൊരു ഓഡിയൻസ് ഉണ്ട്. ഇഷാനി വെച്ചാൽ ടെൻഷൻ്റെ ആവാം, ഭയങ്കര ടെൻഷനാണ്, എല്ലാത്തിനും ടെൻഷനാണ്. പക്ഷേ ഭയങ്കര സത്യസന്ധയാണ്,
കള്ളമേ പറയത്തില്ല. അവൾക്ക് വ്ളോഗ് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ടെൻഷനാണ്. എന്തെങ്കിലും എന്തോ അച്ഛൻ ശബ്ദം ഉണ്ടാക്കും. ഞാനൊരു വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്ന അച്ഛൻ കണ്ടില്ല, അച്ഛൻ ഒന്നും ഉണ്ടായിരുന്നുണ്ട്, അച്ഛൻ ഫോണൊന്നും സൈലൻ്റ് ആക്കൂ, എല്ലാത്തിനും ടെൻഷനാണ്. പക്ഷേ അവളുടെ വ്ളോഗിനകത്ത് ഒരു സത്യസന്ധമായൊരു ഫീല് കാണും. കാരണം അയാൾ ഒന്നും ഉള്ളതേ പറയത്തുള്ളൂ. ഹൻസിക എന്ന് വെച്ചാൽ എൻറ്റയർലി ഡിഫറെൻറ്റ്. അവൾക്ക് കോളേജിലെ കുറേ ഫ്രണ്ട്സ്, അവരെ പിടിച്ചിരുത്തുന്നു. ഇപ്പോഴത്തെ കുറേ വാക്കുകളുണ്ടല്ലോ, വൈവ്, സെറ്റ്, ഇങ്ങനെ കുറേ പുതിയ പുതിയ വാക്കുകൾ. അങ്ങനെ ഒരു ഗ്യാങ്ങുമായിട്ട് പോയി ഒരു വീഡിയോ എടുക്കുന്നു. പിന്നെ അവളിങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിളായൊരു ബോഡിയാണ്, ചുമ്മാ ഡാൻസ്, ബഹളം, അതങ്ങനെ ഒരു എല്ലാം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഡിഫറെൻറ്റ്. എല്ലാവരുടെയും വ്ളോഗ്സ് കാണാറുണ്ടോ? മുഴുവനായിട്ട് കാണാറില്ല, എങ്കിലും ഇവരിടുന്ന സമയത്ത് ഞാനൊന്ന് പോയി നോക്കും, ഓടിച്ച് നോക്കും. ഇഷ്ടമാണ് അവരുടെ വ്ളോഗ്. പോയി ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റിയൊരു കമൻറ്റ് ഇട്ടേക്കുക. അതങ്ങനെ ഒരു പോക്കാണ്. ഓക്കെ. അപ്പം സാറ് ആക്റ്റീവായിട്ട് വ്ളോഗിങ്ങിലോട്ട് നിൽക്കാത്തത് പാർട്ടിയും ഇലക്ഷനും തിരക്കും ഒക്കെ കൊണ്ടാണോ? എനിക്ക് മൾട്ടി ടാസ്കിങ് അറിയാമെങ്കിലും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഫോൺ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഫോണിലോട്ട് പോകാൻ 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് പോകാം. പക്ഷെ എന്ത് പറ്റും വെച്ചാൽ ഈ കാര്യത്തിലും സിൻസിയറായിട്ട് പറയാൻ പറ്റത്തില്ല, ഈ ഫോണിലും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ രാവിലെ ഓഫീസിൽ വരും, മണ്ഡലത്തിൽ ധാരാളം മരണം, മറ്റ് കല്യാണ ചടങ്ങുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ, അപ്പോൾ അതിനെല്ലാം ഇറങ്ങും. പിന്നെ ആരെങ്കിലും വരുന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തേക്കും. ഇതിങ്ങനെ രാത്രി വരെ അങ്ങ് പോകും. അപ്പോൾ വ്ളോഗ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോഴാണ് എൻ്റെ ഒരു ഭംഗി എന്നാണ് തോന്നാറുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. പൊതുവെ ഇങ്ങനെ എല്ലാവരും പറയും ക്യാമറ ഉറങ്ങാത്ത വീട് എന്ന് പറയും. എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാവരും ക്യാമറ ഓൺ ആക്കല്ലേ. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെടണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിലോ ചോദിക്കോ, ക്യാമറ ആരെങ്കിലും ഓൺ ആണോ, ഇവിടെ ആരെങ്കിലും വ്ളോഗ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. വീട്ടിൽ അടി ഉണ്ടാവാറില്ല. മനസ്സിലായില്ലേ? ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഏത് ക്യാമറ ഓണെന്ന് നമുക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാണോ? അതെ, പിന്നല്ലാതെ. കാരണം ആരുടെയെങ്കിലും ഒരെണ്ണം ഓണായിരിക്കും. അടുക്കള ചെന്ന് കഴിഞ്ഞാൽ ഓസി ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മാലയാണ്, മറ്റേ മാലയാണ് സൈഡിൽ. അവിടെ ഇപ്പുറത്താണ് ഓമി കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ക്യാമറ വെച്ചിട്ട് ഹൻസിക എന്തോ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും അതൊരു ജീവിതത്തിന്റെ ഭാഗമായിപ്പോയി. ഭക്ഷണമൊന്നും സമയത്താരും ഇപ്പൊ കഴിക്കാറില്ല, വ്ളോഗ് എടുപ്പാ. ചേട്ടൻ ഒരുപാട് ഇന്റർവ്യൂവിൽ ഇപ്പം ദൂരദർശനിൽ വന്നതും ദൂരദർശനിൽ നിന്ന് വന്ന് അത് കഴിഞ്ഞ് കരിയർ ബിൽഡ് ചെയ്ത് അത് ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ദൂരദർശൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ അല്ലേ? അവിടെ നിന്ന് എന്താ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താ അവിടെ നിന്ന്? എപ്പോഴും നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു നമ്മുടെ ദേഹത്തും ആ ഒരു ഡിസിപ്ലിൻ കാണും, ഡെഫിനറ്റ്ലി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ആവർത്തന വിരസത അവരന്ന് പറഞ്ഞു തരുന്നതാണ് ഒരു അഭിമുഖം നടത്തുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു അഭിമുഖം എടുക്കുന്നു, എന്നിട്ട് ഞാനൊരു ചെറിയ അതിനകത്തൊരു സാധനം തോണ്ടിയെടുത്തിട്ട് ഒരു ക്യാപ്ഷൻ അങ്ങോട്ട് കൊടുക്കും. നിങ്ങളത് കണ്ട് ഞെട്ടിപ്പോവും, എന്താ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ലോങ് റൺ എന്നൊരു കാര്യമുണ്ട്. ഇപ്പം തന്നെ മേഖലയിൽ നിൽക്കുന്ന വളരെ സീനിയറായിട്ടുള്ള പത്രപ്രവർത്തകർ അവരുമായി നോക്കുക. അവരെല്ലാവരും വളരെ സത്യസന്ധമായിട്ടും അവർ കൊടുത്ത അഭിമുഖത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കി ആ നേതാവിനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, നേതാവ് ആരും ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർക്ക് ഒരു റെപ്യൂട്ടേഷനും ഗുഡ് വില്ലും വരും. ആ പുള്ളിക്കാരിക്ക് ധൈര്യമായിട്ട് നമുക്ക് അഭിമുഖം കൊടുക്കാം, ആ അഭിമുഖം നമുക്കും ഗുണകരമാവും. എപ്പോഴും ലോങ് റൺ കണ്ടു പോകാൻ ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നും ഷോർട്ട് റൺ കാര്യങ്ങൾ നോക്കരുത്. കാരണം ദൂരദർശനിലൊക്കെ വന്ന് ഒറ്റ ചാനലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചോണം, അതിനകത്ത് ഒരു ദിവസം തല വന്നാൽ കേരളം മുഴുവൻ ശ്രദ്ധിക്കും. ആ കാലത്താണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അന്ന് അതുപോലെ തന്നെ ഈ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും അധികം കൊണ്ടിരില്ല. കാരണം സമൂഹത്തിൽ അത് അനാവശ്യമായൊരു ടെൻഷൻ ഉണ്ടാക്കും. നമ്മൾ വാർത്ത അറിയിക്കുന്നതിനൊരു പേസ് ഉണ്ട്. പണ്ടൊക്കെ ഒരു മരണവും മറ്റതൊക്കെ നടന്നു കഴിഞ്ഞാൽ ദൂരദർശൻ പതുക്കെ ഒന്ന് ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ട് ഒരു സിത്താറോ വയലിനോ എന്തെങ്കിലും മ്യൂസിക്കിലോ, അപ്പോൾ തന്നെ നമുക്കറിയാം എന്തോ സുഖകരമല്ലാത്തൊരു കാര്യം സംഭവിച്ചു. ഒരു 8-9 മണിക്കൂർ കഴിയുമ്പോൾ രാവിലെ പത്രത്തിൽ വരും, ഇന്ന ആൾക്ക് ഇന്നത് സംഭവിച്ചു. അപ്പോൾ ഒരു ഞെട്ടൽ സൊസൈറ്റിയിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ 2 ആഴ്ച നമ്മൾ TV ഓഫ് ചെയ്ത് സോഷ്യൽ മീഡിയ ഓഫ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ നമുക്ക് തോന്നും, ഓ ഭൂമി ഇത്ര ശാന്തമാണല്ലേ, ഭൂമിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് തോന്നും. അതേസമയം നമ്മളിത് കണ്ടുകൊണ്ടിരുന്നാൽ അവിടെ ബോംബ് പൊട്ടി, ഇവിടെ തീവ്രവാദ പ്രശ്നം, മറ്റിടത്ത് ഇന്നൊരു സംഭവം, ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭൂമി മുഴുവൻ പ്രശ്നമാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത്ര നേരം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്
എന്തെങ്കിലും അറിയുന്നുണ്ടോ ഭൂമിയിലെ സംഭവങ്ങൾ? നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു, നമ്മൾ കുറേ ചിരിച്ചു. നോക്കുന്നില്ല. ആ ഫോൺ നോക്കുന്നില്ല. എന്നാൽ ഫോൺ ആവശ്യമാണ്, വളരെ ആവശ്യമുള്ള സാധനമാണ്. സോഷ്യൽ മീഡിയ വളരെ വളരെ നമുക്ക് ഉപകാരം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം പണ്ടൊക്കെ നമുക്ക് ഒരു ഫോട്ടോയും ഒരു ലെറ്ററും ഒരു ഡൽഹിയിൽ ഒരാൾക്ക് അയക്കണം, നമ്മൾ അതിൻ്റെ കോപ്പി എടുക്കണം, ഫോട്ടോ എടുത്ത് അതിൻ്റെ കോപ്പി കിട്ടണം, എന്തൊക്കെ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, അടുത്ത ക്ലിക്കിൽ സാധനം ഡൽഹിയിലെത്തും. അതുകൊണ്ട് ദൈവമായിട്ട് നമുക്ക് തന്ന ഒരു വലിയൊരു അനുഗ്രഹവും വരദാനമൊക്കെയാണ് ഈ മൊബൈൽ ഫോണും ഈ ഗാഡ്ജറ്റ്സും ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോംസൊക്കെ. പക്ഷേ അതിൻ്റെ ഓവർ യൂസും മിസ്യൂസും കാരണമാണ് നമുക്ക് കുറേ അപകടങ്ങൾ വരുന്നത്. അണ്ട് പണ്ട് ദൂരദർശൻ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തിന് അത് പറ്റുമായിരുന്നു, പക്ഷേ ഇന്ന് അതുപോലെ പറ്റില്ല. ഇന്ന് നമ്മൾ കാലത്തിനൊപ്പം നീങ്ങണം. പക്ഷേ ഒരു ഡിസിപ്ലിൻ ഒരു സാധനം എല്ലാത്തിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം, ഒന്ന് ദൂരദർശൻ, അന്ന് അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ്. രണ്ട്, അതിന് മുമ്പ് എത്രയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത്. മൂന്ന്, NCC ഒരു ഭാഗമായിരുന്നു കുറേ കാലം. ഇതെല്ലാം കൂടി വരുമ്പോൾ ബേസിക് ഡിസിപ്ലിൻ എൻ്റെ ശരീരത്തിലുണ്ട്. കുറേയൊക്കെ ഞാൻ മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചോദ്യം ദൂരദർശനെ പറ്റി ആയിരുന്നെങ്കിൽ പോലും അത് വലിയ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എന്ത് നേട്ടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ദൂരദർശനിൽ നിന്നാണ്. ആ ദൂരദർശനിൽ എന്നെ കയറ്റിവിട്ട 2 പേരുണ്ട്, എന്നെ വളർത്തിയ 2 പേരുണ്ട്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, ശ്രീമതി രാഗിണി. ഞാൻ അവരെ അങ്കിൾ ആൻറ്റി എന്ന് വിളിക്കും. കൺകണ്ട ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ്. അപ്പോൾ സിനിമകളിൽ നമ്മളിപ്പം വളരെ കുറച്ചായിട്ടല്ലേ സിനിമകളിൽ കാണാറുള്ളൂ. അത് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ വന്നതുകൊണ്ട് സിനിമ ഒഴിവാക്കിയതാണോ? അങ്ങനെയില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഓരോ പ്രായത്തിൽ ഓരോ താല്പര്യങ്ങളുടെ വിഷയം വരും. കാരണം നമുക്ക് തിയേറ്ററിൽ പോയി ഇരുന്ന് 1.5-2 മണിക്കൂർ ചിലവാക്കാൻ മനസ്സ് വരുന്നില്ല. മാത്രമല്ല എൻ്റെ മക്കളുടെ സിനിമ പോലും ലാസ്റ്റ് ഇറങ്ങി 2-3 കണ്ടിട്ടില്ല. അങ്ങനെ മെയിൻ റോൾ ചെയ്തതല്ല, അഹാന ഫഹദ് ഫാസിലിൻ്റെ പടത്തിലൊരു ക്യാമിയോ റോൾ പോലെ ചെയ്തു, പാച്ചു അത്ഭുത്, അതുപോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം രാവിലെ ഇവിടെ വന്നാൽ രാത്രി വരെ ഇവിടെ ഇരിക്കും. രാഷ്ട്രീയത്തിലൊക്കെ 24 hours നമ്മൾ വർക്ക് ചെയ്യണം. പിന്നെ ഞാനൊക്കെ വന്നിട്ട് 5 കൊല്ലമായിട്ടുള്ളൂ. ഇവിടെ 40 കൊല്ലം വർക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ നല്ലൊരു സ്ഥാനവും പേരും ഇതെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനിടയ്ക്ക് ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. അതിലൊന്നാണ് സിനിമ. പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇനി അടുത്ത ഭരണം ഇടതുപക്ഷ സർക്കാർ തന്നെ വരുമോ, അത് ഭരണം മാറി വരണം എന്നാണോ ആഗ്രഹം? എപ്പോഴും മാറ്റം പ്രകൃതിയുടെ നിയമമാണ്, മാറിക്കൊണ്ടേയിരിക്കും. കാരണം മാറ്റം വരുമ്പോഴാണ് എപ്പോഴും രാജ്യത്തിനും നന്മ വരുന്നത്. എന്ന് വെച്ച് ഇവർ മാറി അവർ വരണമെന്നൊന്നും ആഗ്രഹിക്കില്ല. നമ്മളെപ്പോഴും വിചാരിക്കും നമ്മുടെ പാർട്ടി ജയിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ മാറ്റത്തിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പം എന്തൊക്കെ സംഭവിക്കുന്നു നമ്മൾ അത് പാർട്ടി മാറി അവസാനത്തെ 2 ആഴ്ച ആണെല്ലാം തീരുമാനിക്കുന്നത്. കാരണം പണ്ടൊക്കെ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സിന് എണ്ണം കുറവായിരുന്നു. ഇന്ന് തീരുമാനമെടുക്കാത്ത മനസ്സുള്ളവർ ഏകദേശം 40% ആൾക്കാരാണ്. ആ 40 ഇൻഫ്ലുവൻസ് ചെയ്യാൻ ലാസ്റ്റ് 2 ആഴ്ച മതി. അത് മാറുന്നതനുസരിച്ച് സ്വിങ് മാറും. ഏത് പാർട്ടി വേണോ ഇവർ ഭരണത്തിൽ തുടരാം, അല്ലെങ്കിൽ വേറൊരു പാർട്ടി വരാം, എന്തും സംഭവിക്കാം. അത് ലാസ്റ്റ് 2 weeks ഇസ് വെരി ക്രൂഷ്യൽ. കേരളത്തിൽ ബിസിനസ്സിന് സാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് തോന്നുന്നുണ്ടോ? കേരളത്തിൽ എല്ലാത്തിനും സാധ്യതയുണ്ട്, പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിനെ അറിയപ്പെടുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് നമ്മൾ വാങ്ങൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രൊഡക്ഷനും വിൽക്കലും ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. അതിൻ്റെ കാരണം എന്തെന്ന് നമ്മൾ പുറകോട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്തോ ചോദിക്കാൻ വന്നു. അതായത് നമുക്ക് നമ്മുടെ ട്രേഡ് യൂണിയൻ സിസ്റ്റം അങ്ങനെയായിപ്പോയി. എല്ലാത്തിനെയും തടസ്സപ്പെടുത്തുന്നു. ഇതൊരു രാഷ്ട്രീയപരമായ മറുപടി ഒന്നുമല്ല, നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് ഇവിടെ വ്യവസായങ്ങൾ പൂട്ടിപ്പോകുന്നു. കാരണം ട്രേഡ് യൂണിയൻ അവരുടെ അവകാശങ്ങൾക്ക് അവർ കൂടുതൽ ബലം പിടിച്ചു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ ചെറുപ്രായം തൊട്ട് നമ്മൾ കേൾക്കുന്നത് എല്ലാ വ്യവസായവൽക്കരണത്തിനും എതിരായിരുന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു, എല്ലാത്തിനും എതിർക്കുകയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് അടുത്ത് കിടക്കുന്നത് നമുക്കിവിടെ നാഗർകോവിലാണ്, പാലക്കാട് അപ്പുറത്ത് കോയമ്പത്തൂരാണ്. അവിടെ എല്ലാം ഇൻഡസ്ട്രികളുണ്ട്, അവിടെ എല്ലാം തൊഴിലവസരങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ ഏറ്റവും നല്ല അന്തരീക്ഷമാണ് ആക്ച്വലി എടുത്താൽ അറിയാമോ. കാരണം ഈ കേരളത്തിൻ്റെ ഭംഗിയെന്ന് വെച്ചാൽ ടൂറിസത്തിന് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത വെച്ചാൽ ഒരറ്റം എടുത്ത് ഞാൻ നമുക്ക് വെസ്റ്റേൺ ഘാട്ട്സാണ് കേരളത്തിൻ്റെ ബോർഡർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മനോഹരമായ നദികൾ, ആറ്, ലേക്ക് എല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞാൽ നേരെ കടപ്പുറം, 600 കിലോമീറ്റർ കടപ്പുറം. ഇതിനെ മാത്രം നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രി എവിടെയോ നിൽക്കും. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി അത് ഇതെന്നൊക്കെ പറയുന്നു. ഒരു തരത്തിലുള്ള ഇത് പ്രൈവറ്റ് പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് നിൽക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ നല്ലൊരു പദ്ധതി വന്നിട്ടില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാറ്റഗറിയിലെ അതിൽ കേരളം
ഇന്ത്യ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അത് നോക്കിയപ്പോൾ കേരളം 1ാമത്തെ റാങ്കിൽ അല്ല വരുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒന്ന് എല്ലാം ഞാൻ ഓക്കെ പറഞ്ഞുതരാം, ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഏറ്റവും നല്ല ആരോഗ്യ ഇത് കേരളമാണെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്തിനാ അമേരിക്കയിൽ പോകുന്ന ചികിത്സിക്കാൻ ഇവിടെ ഇത്രയും നല്ല ഉണ്ടെങ്കിൽ? അപ്പോൾ അതൊക്കെ ഈ BJP ഗവൺമെൻറ് ഇരുന്നപ്പോഴല്ലേ ഇത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചില ക്രൈറ്റീരിയൻസ് ഉണ്ട്, അത് പാസ്സായി വന്നാൽ അത് കൊടുക്കും. അല്ലാതെ യഥാർത്ഥത്തിൽ അതാണോ എന്ന് ചോദിച്ചാൽ അതല്ല. ഇതിനകത്ത് വേറൊന്നുമില്ല, സിംഗിൾ വിൻഡോ സിസ്റ്റം ഇപ്പോഴും ഇവിടെ ഇല്ല. അതായത് നമ്മൾ ഒരു കാര്യത്തിൻ്റെ അനുവാദത്തിനായിട്ട് കോർപ്പറേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറിഗേഷനിലോട്ട്, ഇറിഗേഷനിൽ നിന്ന് മിനി ഇറിഗേഷനിലോട്ട്, സിംഗിൾ വിൻഡോ സിസ്റ്റം ആക്കണം. ഒരിടത്ത് പോയി അപ്ലൈ ചെയ്താൽ ആ സർക്കാർ തന്നെ ഇതെല്ലാം ശരിയാക്കി ഇപ്പുറത്തൊരു പാസ്സാക്കി തരണം. ഇത് സംസ്ഥാനത്തിനെ മോശമാക്കി ഒന്നും പറയുന്നില്ല, നമ്മൾ മാറി ചിന്തിക്കണം. അതായത് ഇവിടെ ഒരാൾ വ്യവസായത്തിന് വരികയാണെങ്കിൽ മുടക്കാൻ വരുന്ന ഒരാളെ നശിപ്പിക്കാനല്ല ചിന്തിക്കുന്നത്. കാരണം അവർ കാശുകാരില്ലേ, അല്ല, അയാൾ കാശ് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ എൻ്റെ മകളുടെ കച്ചവടം തന്നെ പ്രശ്നമായപ്പോൾ ഒരാൾ മുടക്കിയ പൈസയെ പോകുന്നു, വീണ്ടും ബാങ്കിൽ നിന്ന് 50 ലക്ഷം 60 ലക്ഷം ലോൺ എടുത്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പം നോക്കുമ്പോൾ എന്താ, അവരുടെ നല്ല കച്ചവടം നടക്കില്ല, ഈ 60 ലക്ഷത്തിൻ്റെ EMI അടയ്ക്കണം, ഇത്രയും പേർക്ക് ശമ്പളം കൊടുക്കണം, ഈ സ്ഥാപനം നിലനിർത്താനുള്ള ചിലവുണ്ട്. അപ്പം നമ്മൾ ഒരു വ്യാപാരി ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ വരുമ്പോഴത്തേക്ക് അയാളെ തടസ്സപ്പെടുത്തണം. അയാളുടെ സാധനങ്ങൾ ആദ്യം മെഷീനറി ഇറക്കുന്നിടത്ത് തടസ്സം, അവർ ചോദിക്കുന്ന കൂലി കൊടുക്കണം. ഈ കൂലി കൊടുക്കാൻ ഇല്ല, ഞങ്ങളുടെ ആൾ ഇറക്കുന്നത് ശരി, ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നോക്ക് കൂലി കൊടുക്കണം. ഞാൻ പറയുന്നത് ഇതല്ല, അത് ഒട്ടും ഈസ് ഓഫ് ബിസിനസ് അല്ലത്, അത് ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്ന, ഈസി ആക്കുകയല്ല. അപ്പോൾ അതിനെ മാറ്റിയാൽ ഇത്രയും നല്ല അന്തരീക്ഷം ലോകത്തില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ടൂറിസ്റ്റ് സ്പോട്ട്സ് ബ്യൂട്ടിഫുൾ. ഇന്ന് നമ്മൾ ലോകം ഒന്നും കറങ്ങാൻ പോകണ്ട, ഇവിടെ കിടപ്പുണ്ടല്ല. ഈ മൂന്നാർ ദേവികുളം അങ്ങോട്ടുള്ള സംഭവം തന്നെ എടുത്താൽ കണക്ടിവിറ്റിയുടെ ഇഷ്യൂ ഉണ്ട് നമ്മുടെ നാട്ടിൽ, എടുത്ത് നോക്കുക. അടുത്തൊരു വിഷയം, ഇപ്പോൾ വിഴിഞ്ഞം വന്നു, വലിയ വലിയ കണ്ടെയ്നേഴ്സ് വരുന്നു. ഈ വലിയ കണ്ടെയ്നേഴ്സ് വരുമ്പോൾ വലിയ ട്രക്കുകൾ വരും, ഇത് ഇതുവഴി ഓടിച്ചുകൊണ്ട് പോകും, നമുക്കതിനുള്ള റോഡില്ല. ഇപ്പം തന്നെ ഹൈവേ പണി നടക്കുന്നു, 40 കൊല്ലം മുമ്പ് തീർക്കേണ്ട പണിയാണ്. ഇപ്പോൾ 2014 ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം 66,000 കോടി കൊടുത്തിട്ടും ഇപ്പോഴും തീരുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ എറണാകുളം മൂന്നാർ 90 കിലോമീറ്റർ, ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ താഴെ മതി നല്ല സ്പീഡിൽ പോകുന്നൊരു വാഹനത്തിന്. പക്ഷെ നമ്മൾ എത്ര മണിക്കൂർ എടുക്കും? അപ്പോൾ ഇതിനകത്ത് കണക്ടിവിറ്റി ഇഷ്യൂ വലിയതുണ്ട്. ഇതെല്ലാം മാറാതിരിക്കില്ല, കാരണം വെച്ചാൽ പുതിയ തലമുറ വരും, എല്ലാം മാറി വരും. പക്ഷെ അപ്പോഴത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ നമ്മുടെ വളരെ മുന്നിൽ പോയി കഴിഞ്ഞു, വ്യവസായങ്ങളെല്ലാം അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ചെറുപ്പക്കാർ എന്തിനാണ് പുറം രാജ്യങ്ങളിൽ പോകുന്നത്? നല്ല ബുദ്ധിയുള്ള നല്ല പഠിപ്പും വിവരമുള്ള പിള്ളേരില്ലേ ചെറുപ്പക്കാർ, അവരുടെ ബ്രെയിൻ ഇവിടെ നിൽക്കേണ്ടത്. ഇതിപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയും, കംപ്ലീറ്റ്ലി ഡ്രെയിനായി പോവുകയാണ് നമ്മുടെ ഇവിടെ നിന്ന്. അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് മാറ്റുക. ഈ സംസ്ഥാനം ഏറ്റവും നല്ല സംസ്ഥാനമാണ്. നമ്മൾ കേരള കോളിംഗ് എന്നൊക്കെ പറഞ്ഞൊരു പ്രോജക്റ്റ് കൊണ്ടുവരണം, എല്ലാവരും ഇങ്ങോട്ട് വിളിക്കണം, ഇവിടെ വരണം. സച്ച് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ആസ് എ പൊളിറ്റീഷ്യൻ നമ്മുടെ ഉള്ളിലൊരു എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടോ, കേരളത്തിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നന്നാവും എന്നുള്ളത്? ഞാൻ ഈ പറഞ്ഞതെല്ലാം എൻ്റെ ഭാഗമാണ്. കാരണം എന്നറിയോ, അനന്തമായ സാധ്യതകളുണ്ട്. നമ്മൾ സാധ്യതയെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു അതനുസരിച്ചായിരിക്കും വികസനം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വായിച്ചു കാണും, ദുബായ് നൈജീരിയയെ പറ്റി ഒരു കമ്പാരിസൺ എഴുതിയിട്ടുണ്ടായിരുന്നു. ദുബായിൽ ഒന്നുമില്ല, ഒരു തുള്ളി എണ്ണയില്ലാത്ത രാജ്യം, എക്സ്പാട്രിയേറ്റ്സിൻ്റെ പൈസ കൊണ്ട് ടൂറിസം കൊണ്ടും ഒക്കെയാണ് സർവൈവ് ചെയ്യുന്നത് ദുബായ്. എന്ന് എല്ലാവർക്കും ആഗ്രഹം ദുബായ് പോകാനല്ലേ. നൈജീരിയ എന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ട് പോയാൽ പേടിയാണ്, അവിടെ എന്തെങ്കിലും ആക്രമണം ഉണ്ടാവും. ഏറ്റവും വെൽത്തി നേഷനാണ് നൈജീരിയ, ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള രാജ്യമാണ് നൈജീരിയ. എന്തുകൊണ്ട് അവിടെ പോകാതെ ഇവിടെ പോകുന്നു? ഒറ്റ വ്യത്യാസമുള്ളൂ, ഇവിടെ ഒരു നേതൃത്വമുണ്ട്, അവിടെ ഒരാൾ നയിക്കാനുണ്ട് ദുബായിക്ക്, മറ്റിടത്ത് നയിക്കാൻ ആളില്ല. ഈ നയിക്കുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ് നല്ലതായതുകൊണ്ട് ആ രാജ്യം പുരോഗമിച്ചു, അങ്ങോട്ട് ആൾക്കാർ പോകുന്നു. മറ്റിടത്ത് ഒരു നയിക്കാൻ ആളില്ല, അവിടെ യുദ്ധവും ഇൻറ്റേർണലി ഇൻസർജൻസിയും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ വേറെ 2 രാജ്യത്തെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ വല്ലതും പറഞ്ഞാൽ ഞാൻ വല്ല രാഷ്ട്രീയം പറഞ്ഞതാവും. ഇതേ ഉള്ളൂ ഇവിടത്തെയും പ്രശ്നം. ഒറ്റ ഒരാൾ നല്ലത് വന്നാൽ ഇവിടെ കളി മാറും. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് സാറിൻ്റെ ഒരു നോഷനിലൊരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്താണ്? എല്ലാം നമ്മുടെ അകത്ത് തന്നെ ഇരിക്കുന്നത്. എവ്രി ഡേ ഈ ലോകത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനാണ്. എന്നോട് ഞാൻ കുറച്ച് നേരം സംസാരിക്കാൻ സമയം കണ്ടെത്തുക, നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ തന്നെ എന്നെ തട്ടിയിട്ട് ഇടാം, കൃഷ്ണന്മാരെ നന്നായിരിക്കുന്നതാ, എൻ്റെ സ്കിന്നൊക്കെ നന്നായിരിക്കുന്നു, യു ആർ ലുക്കിംഗ് ഗുഡ്, നമുക്കെല്ലാം ഉണ്ട്. നമ്മുടെ അകത്ത് ഇതൊക്കെ സംസാരിച്ചിട്ടിരിക്കും. ഇത്രയും അവയവങ്ങൾ ഓപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, 1068 അവയവങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും നന്ദി പറയുക, താങ്ക് യു പറയുക, നമ്മളോട് സംസാരിക്കുക. നമുക്കായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ ദാറ്റ് വിൽ ഗിവ് എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. അതാണ് സാർ ഇങ്ങനെ യങ് ആയിട്ടിരിക്കുന്നതിൻ്റെ അതായിരിക്കാം. കാരണം വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിക്കും,
നല്ല പോലെ ഉറങ്ങും. പിന്നെ ഞാൻ തന്നെ ചിരിക്കും, മറ്റുള്ളവരെ പറ്റിയെ ചിരിപ്പിക്കാൻ നോക്കും. ഇതെല്ലാം കൂടി വരുമ്പോൾ എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെറുപ്പമായിട്ടിരിക്കുന്നു, എൻ്റെ ഭാര്യ കൂടി ഇരിക്കുമെന്ന് പറയേണ്ടതായിരുന്നു. ഭാര്യ പറയും, എന്ത് ചെറുപ്പം, ഇതൊക്കെ മേക്കപ്പ് അല്ലേ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം അങ്ങനെ പറഞ്ഞത് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളും സമയം കണ്ടെത്തുക, നമ്മളോട് സംസാരിക്കുക എവ്രി ഡേ. നമുക്ക് ലോകത്ത് ആരേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മളായിരിക്കണം. ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്കും എല്ലാവിധ നന്മകളും. ഗോഡ് ബ്ലെസ് യു ആൻഡ് യുവർ ഫാമിലി ടു. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.